Hi all, welcome back to Click. അപ്പോൾ നമ്മുടെ 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്കിന്റെ ഡേ 2 ആണ് ഇന്ന്. ഡേ 3യിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം ഡേ 2ൽ നിങ്ങൾ ഒന്നും പെൻഡിങ് വെക്കരുത്. അതിനുള്ള കാര്യകാരണ സഹിതം എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻ കേസ് ആരെങ്കിലും ഡേ 1 അല്ലെങ്കിൽ ഡേ 2 കണ്ടന്റ്സ് പെൻഡിങ് വരാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ 14 ഡേയ്സിന്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഹെക്ടിക് ആയി തീരും നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഇത് പറയുന്നത്. നിങ്ങൾ എന്താ പറയാ, ആ സെയിം ഡേ തന്നെ കണ്ടന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആണ് നമുക്കറിയാം, പക്ഷെ എന്താണ്, നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പം ഡേ 1ഉം ഡേ 2ഉം തീർന്നു കഴിഞ്ഞാല് നമുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂള് നമ്മുടെ തീരും. അതായത് ലീനിയർ ഓൾജിബ്ര എന്ന ഫസ്റ്റ് മൊഡ്യൂള് ഡേ 1 പ്ലസ് ഡേ 2 കഴിയുന്നതോടെ തീർക്കണം നമുക്ക്. ഇനി ഡേ 3യിലേക്ക് നമ്മൾ എത്തുമ്പോ അതില് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ 2 വിച്ച് ഇസ് കാൽക്കുലസ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, കാൽക്കുലസിനെ സംബന്ധിച്ചിടത്തോളം 2 വീഡിയോസ് ആണ് നമ്മൾ ലെക്ചർ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഏകദേശം ലെസ് ദാൻ 30 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരുന്നുള്ളൂ. സോ അതിലെ ഫസ്റ്റ് portion which covers functions of single variable, limit, continuity and differentiability, mean value theorems, പിന്നെ increasing and decreasing functions, maxima and minima. ഇത്രയും കാര്യങ്ങൾ ലെസ് ദാൻ 30 മിനിറ്റ്സിന്റെ വീഡിയോ ആണ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ പിന്നെയും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സും നിങ്ങളുടെ സൂപ്പർ ക്യാപ്സ്യൂളും വെച്ച് കമ്പൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ മാത്സിന്റെ അഗൈൻ ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരിക്കണം ഇതിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ പ്രൊഡക്റ്റീവ്ലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് അത്രയാണ് മാത്സിന്റെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നൗ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ കേസിൽ നമ്മള് ഡേ 1ൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് മോഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡേ 3ല് നമ്മള് പ്ലാൻ ചെയ്യുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിൽ തന്നെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, ടൈപ്പ് 1 and 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, മെയ്സ്നർ എഫക്ട്, അതുപോലെ BCS തിയറി, ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു ലെസ് ദാൻ 15 മിനിറ്റ്സിന്റെ വീഡിയോ ആണ് വരുന്നത്. സോ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒരു എന്താ പറയാ, നമുക്ക് അത്ര ഹെക്ടിക് ആയിട്ടുള്ള കാര്യമല്ല. മൊഡ്യൂൾ 2ല് ഫിസിക്സിന്റെ സെമി കണ്ടക്ടേഴ്സും അതുപോലെ സൂപ്പർ കണ്ടക്ടേഴ്സും ആണ് മെയിൻ ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൽ സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് തീർക്കുന്നതെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ നാളെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതോടുകൂടെ നാളത്തോടുകൂടെ ഫിസിക്സ് സെക്കൻഡ് മൊഡ്യൂൾ തീരും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അത് മാത്രമല്ല നമ്മള് മൊഡ്യൂൾ 3യും ഏകദേശം ഡേ 3യിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അക്യൂസ്റ്റിക്സ് ആണ് ഈ പറയുന്ന മൊഡ്യൂൾ 3. അതിൽ നിന്ന് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിനകത്ത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്യൂസ്റ്റിക്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, പിന്നെ അക്യൂസ്റ്റിക് അബ്സോർപ്ഷൻ, റിവർബറേഷൻ, അതുപോലെ റിവർബറേഷൻ ടൈം, Sabin's formula, acoustics of buildings, ultrasonics application like sonar, NDT, പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ്സിന്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒറ്റ മൊഡ്യൂൾ ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഓവർവ്യൂ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്കൊരു 2 മണിക്കൂർ പോയി കിട്ടും ഈ ഫിസിക്സും മാത്സും ചെയ്തു കഴിയുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കുറച്ച് ടഫാണ്. സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്സ് എല്ലാം എന്താ, നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കുറെ ടെർമിനോളജീസും കാര്യങ്ങളും എല്ലാം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ വരുന്നുണ്ട്.
കുറച്ച് ടഫ് തന്നെയാണ്, നല്ല ടഫ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് 2 ടോപ്പിക്സ് ആണ് ഡേ 3. ഒന്ന് സിമെന്റ്. സിമെന്റിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെസ് ദാൻ 15 മിനിറ്റ്സിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം, നോട്ട്സ് നോക്കാം. സിമെന്റ് എന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കുന്ന പോളിമേഴ്സ് ആണ്. അതും ഡേ 3 തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ പോളിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതും ലെസ് ദാൻ 15 മിനിറ്റ്സിന്റെ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ കാണുക, നോട്ട്സ് വായിക്കുക, സൂപ്പർ ക്യാപ്സ്യൂള് വായിക്കുക. അതിനൊക്കെ കമ്പാരിസൺ ടേബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കാൻ, അതുപോലെ ഓർത്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ ക്യാപ്സ്യൂള് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം, ഈ പറയുന്ന റിവിഷന് വേണ്ടിയിട്ടുള്ള സിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന പോളിമേഴ്സിൽ നിന്നുള്ള റിവിഷൻ മെറ്റീരിയല് ഈ ഒരു ഭാഗം പഠിച്ചു തീർക്കുമ്പോൾ കയ്യിലുണ്ടായിരിക്കണം. സോ നമ്മുടെ 3ാമത്തെ മണിക്കൂർ അവിടെ തീരുകയാണ്. ഇനി 4ാമത്തെ മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആയവരെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ, അവർക്ക് ഇൻഡെപ്ത് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ പോവാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെങ്കിൽ ഓൺലൈൻ സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ദോസ് ഹൂ ആർ നോട്ട് ഏബിൾ ടു ഇൻവെസ്റ്റ് മോർ ടൈം, അറ്റ്ലീസ്റ്റ് 4 hours വേണമെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലേ നമ്മുടെ ഈ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ ഈ 4 hours കഷ്ടിച്ച് കടിച്ചു പിടിച്ച് അങ്ങ് എന്താ പറയാ സ്പെൻഡ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ആ ഒരു 4 മണിക്കൂർ നോ കോംപ്രമൈസസ് അറ്റ് ഓൾ. ഓക്കെ, എല്ലാ ഡിസ്ട്രാക്ഷൻസും അങ്ങ് മാറ്റി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് വേറെ വഴിയില്ല എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ, വെറുതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിത് എഴുതുന്നത്. നമുക്കൊരു ജോബ് വേണം, സേഫ് ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നിങ്ങൾ ഇത് എഴുതുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് 1 hour എന്ന് പറയുന്നത് റിവിഷൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു 3rd ഡേ ആണ് നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 3 നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൈവശം ഡേ 1 റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഡേ 3 അതായത് നാളെ നിങ്ങൾ ഏതൊക്കെ വേണം റിവൈസ് ചെയ്യാനായിട്ട്, മെട്രിക്സ് ഓൾജിബ്ര, പിന്നെ ഫിസിക്സ് എൻറ്റയർ ഫസ്റ്റ് മോഡ്യൂൾ. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോണിക്സ് ഇൻ വിച്ച് LED ആൻഡ് സോളാർ സെൽ, ദീസ് 2 topics ആർ ഡിസ്കസ്ഡ്. ഓക്കെ, ദെൻ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ നോക്കുന്നത്, നാനോ മെറ്റീരിയൽസ്. അതിനകത്ത് ക്ലാസിഫിക്കേഷനും സിന്തസിസും മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നത്. അപ്പൊ ഇത്രയും കണ്ടന്റ്സ് ആണ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് 3rd ഡേയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പൊ മൊത്തത്തിൽ എന്താണ് എന്നുള്ളത്? അപ്പൊ ഡേ 1ഉം ഡേ 2ഉം ക്രൂഷ്യൽ ആണ് എന്ന് ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്. ഈ ഡേ 2ഓട് കൂടി ഫസ്റ്റ് ഡേയിലെയും സെക്കൻഡ് ഡേയിലെയും കണ്ടന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ റിവിഷൻ മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നത് കമ്മിങ് ഡേയ്സിൽ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ്. ആ മെത്തേഡ് 2, 3, 5, 7 എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കണ്ടന്റ്സ് ഓർത്ത് വെക്കാൻ, ലോങ് ടേമിലേക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അത്. അപ്പോ ആ ഒരു അപ്രോച്ച് വേണ്ടാത്ത ബ്രില്യന്റ് ആയിട്ടുള്ള ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റത്തവണ വായിക്കുക അല്ലെങ്കിൽ ഒറ്റത്തവണ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് മനസ്സിൽ കാര്യങ്ങൾ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാം, അവർക്കാണ് ഈ പറയുന്ന ഈ ഓൺലൈൻ സോഴ്സസ് എന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നത്. എല്ലാം നിങ്ങളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 3 എന്ന് പറയുമ്പോൾ നാളെ ആരംഭിക്കും.
ഈ പറയുന്ന പോർഷൻസ് പഠിച്ചു തീർക്കാനും അതുപോലെ തന്നെ റിവിഷൻ ചെയ്ത് തീർക്കാനും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോ നല്ല വാശിയോട് കൂടി അങ്ങോട്ട് കുത്തിയിരുന്ന് പഠിക്കുക. വേറെ നിവർത്തിയൊന്നുമില്ല. ഇനി നമുക്ക് 13 ഡേയ്സും കൂടി എക്സാമിനുള്ളൂ. അപ്പോ ഈ ഒരു 13 ഡേയ്സ് ആണ് നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വരുള്ളൂ. ഇനിയും മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽ വാങ്ങാനുള്ള പിന്നെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അതായത് ഡേ 3 എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ യൂഷ്വൽ റൂട്ടീൻ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.